എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വിശ്വസാഹിത്യത്തിൻ്റെ മറ്റൊരു പ്രധാന എപ്പിസോഡിലേക്കാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. അതിന് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് രണ്ട് പ്രധാനപ്പെട്ട കൃതികളുമാണ്. ആ കൃതികൾ മുഖ്യ പ്രഭാഷണം അവതരിപ്പിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് അതിനേക്കാൾ വിശിഷ്ട വ്യക്തികളാണ്. മലയാളത്തിലും ഇംഗ്ലീഷിലും ഒട്ടേറെ കവിതകളും പഠനങ്ങളും ലേഖനങ്ങളും എല്ലാം എഴുതിയിട്ടുള്ള, വളരെ നമ്മുടെ അക്ഷരീയം പരിപാടിയിൽ നമ്മൾ ആദരവ് നൽകിയിട്ടുള്ള പ്രമീളാദേവിയാണ് ഹാംലെറ്റിനെ കുറിച്ച് മുഖ്യപ്രഭാഷണം നടത്തുന്നത്. അതുപോലെ തകഴിയുടെ ചെമ്മീൻ എന്ന നോവലിനെ ആസ്പദമാക്കി പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ TLF മെമ്പർ കൂടിയായിട്ടുള്ള ഡോക്ടർ സെബാസ്റ്റ്യൻ ജോസഫാണ്. രണ്ടുപേരും പ്രഭാഷകർ എന്നുള്ള നിലയിൽ വളരെ വിഖ്യാതരായിട്ടുള്ളവരായതുകൊണ്ട് പ്രഭാഷണത്തിലായിരിക്കും മറ്റുള്ള എല്ലാവർക്കും വളരെ ശ്രദ്ധ ഉണ്ടാവുന്നത്. അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ രണ്ട് വാക്കുകൾ അല്ലെങ്കിൽ കൃതിയെക്കുറിച്ച് രണ്ട് കാര്യങ്ങൾ പറയുക എന്ന് മാത്രമേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. അതായത് ഹാംലെറ്റ് എന്ന് പറയുന്നത് ഷേക്സ്പിയറിൻ്റെ ട്രാജിക് പ്ലേസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്ലേ ആണ്. അതിൽ അതായത് ട്രാജിക് പ്ലേസിലെ ഏറ്റവും നീളമുള്ള അല്ലെങ്കിൽ ഏറ്റവും ദൈർഘ്യമേറിയ ഒരു നാടകമാണ് ഈ ഹാംലെറ്റ് എന്ന് പറയുന്നത്. ഈ ഹാംലെറ്റിലെ കഥാപാത്രം എന്ന് പറയുന്നത് അവിടുത്തെ പ്രിൻസ് ഓഫ് ഹാംലെറ്റ് ആണ്. കിങ് ഹാംലെറ്റിൻ്റെ മരണശേഷം അവിടെ സംഭവിക്കുന്ന സംഭവവികാസങ്ങളാണ് ഈ കൃതിയുടെ ഇതിവൃത്തം എന്ന് പറയാം. ഞാനിവിടെ ആ കൃതിയെ സംബന്ധിച്ച് വളരെ വിസ്തരിച്ചൊന്നും പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അത് മുഖ്യ പ്രഭാഷകർ ഇവിടെ നിർവഹിക്കും. ഞാൻ ഷേക്സ്പിയർ കൃതികളുടെ ചില പ്രത്യേകതകളാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഷേക്സ്പിയറിൻ്റെ ട്രാജിക് കൃതികളിൽ മിക്കവാറും എല്ലാം തന്നെ ഒരു പ്രധാനപ്പെട്ട ട്രാജിക് ഹീറോ ഉണ്ടായിരിക്കും. അതായത് ഒരു ദുരന്ത നായകൻ ഉണ്ടായിരിക്കും. ആ ദുരന്ത നായകൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഒരു രാജവംശത്തിലെയോ അല്ലെങ്കിൽ കിരീടാവകാശിയായിട്ടുള്ള ആളോ ആയിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ട്രാജിക് ഹീറോ മിക്കവാറും എല്ലാ ട്രാജിക് പ്ലേസിലും ഷേക്സ്പിയറിൻ്റെ പ്ലേസിലും നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഗുഡ് വേഴ്സസ് ഈവിൾ. അതായത് ശരി, സത്യം എന്നുള്ളതിനും അതുപോലെ ഈവിളായിട്ടുള്ള ചീത്ത എന്നുള്ളതിനെയും അവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്, അത് തമ്മിലുള്ള ഒരു മത്സരം അല്ലെങ്കിൽ അതിൽ ആര് വിജയം കണ്ടെത്തുന്നു എന്നുള്ളതാണ് ഷേക്സ്പിയറിൻ്റെ കൃതികളിലെ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് പറയുന്നത്. പിന്നെ മറ്റൊന്നാണ്, അതിൽ ഒരു പാപിയും ഉണ്ടാവും, അല്ലെങ്കിൽ സിൻ അല്ലെങ്കിൽ എറർ എന്ന് പറയുന്ന ഒരു എലിമെൻ്റ് എന്തായാലും ഈ ട്രാജിക് പ്ലേസിലെല്ലാം തന്നെ നമുക്ക് കാണാം. അതുപോലെ ഒരു ട്രാജിക് വേസ്റ്റ്, അതായത് ഗുഡായിട്ടുള്ള നല്ല ഒരു കാര്യം പ്രവർത്തിക്കുന്ന ഒരാൾക്ക് അവസാന വിജയം കണ്ടെത്താനാവാതെ അയാൾക്കൊരു നാശം സംഭവിക്കുന്നു, ഒരു ഫോൾ ഉണ്ടാവുന്നു. അതാണ് മിക്കവാറും ഈ ഷേക്സ്പിയർ ട്രാജിക് പ്ലേസിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ മറ്റൊന്നാണ് ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ആൻഡ് എക്സ്റ്റേണൽ കോൺഫ്ലിക്റ്റ്. ഈ ഹീറോയുടെ മനസ്സിൽ ആന്തരികമായിട്ടുള്ള പല സമ്മർദ്ദങ്ങളും അവർക്ക് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഇതിലെ ഹാംലെറ്റിൻ്റെ കഥാപാത്രത്തിനെ കുറിച്ച് ഇവിടെ മുഖ്യപ്രഭാഷക പറയുമ്പോൾ നമുക്കറിയാവുന്നതാണ്. ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്, അതേസമയം തന്നെ ഒരു എക്സ്റ്റേണൽ കോൺഫ്ലിക്റ്റ്, അതായത് ഒരു കിരീടാവകാശി അല്ലെങ്കിൽ പ്രിൻസ് എന്നുള്ള നിലയ്ക്ക് രാജ്യത്തിനോടുള്ള ഒരു കടമ കൂടിയുണ്ട്. അതിനെ സംബന്ധിച്ചും ഷേക്സ്പിയറിൻ്റെ പ്ലേസിൽ കാണുന്നുണ്ട്. പിന്നെ മറ്റൊന്നാണ് ഓഡിയൻസിൻ്റെ ഇമോഷനെ, അതിനെ വളരെ പ്രാധാന്യം കൊടുത്ത് ആ രീതിയിലാണ്, പ്രത്യേകിച്ച് ഒരു പ്ലേ ആവുമ്പോൾ അതിനെ അവതരിപ്പിക്കുമ്പോൾ ഓഡിയൻസിൻ്റെ ഇമോഷൻ, അവരുടെ വികാരങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൂടാതെ സൂപ്പർ നാച്ചുറൽ എലിമെൻറ്റ്സ്, അതായത് വിച്ചസ് മാക്ബത്തിൻ്റെ സ്റ്റോറിയിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ പ്രേതം, അതായത് ഗോസ്റ്റ് വരുന്നുണ്ട്. കിങ് ഹാംലെറ്റിൻ്റെ മരണശേഷം ഗോസ്റ്റിൻ്റെ രൂപത്തിലാണ് ഈ പ്രിൻസ് ഹാംലെറ്റിന് അനുഭവപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് സൂപ്പർ നാച്ചുറൽ എലിമെൻറ്റ്സും ഷേക്സ്പിയർ കൃതികളുടെ ഒരു പ്രത്യേകതയായിട്ട് കാണാവുന്നതാണ്. പിന്നെ മറ്റൊരു സവിശേഷതയാണ് ആബ്സെൻസ് ഓഫ് പോയറ്റിക് ജസ്റ്റിസ് എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും മാനസികമായിട്ട് അഭിനന്ദിക്കുക ഒരു ശരി വിജയം കണ്ടെത്തുമ്പോഴാണ്. ഗുഡ് ആൻഡ് ഈവിൾ, അതിൽ ഗുഡ് വിജയിക്കണം എന്ന് തന്നെയാണ്, ശരിയായിട്ടുള്ളതിനെ വിജയം കണ്ടെത്തണം എന്ന് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുക. പക്ഷെ ആ പോയറ്റിക് ജസ്റ്റിസ് പല ട്രാജിക് പ്ലേസിലും ഷേക്സ്പിയറിൻ്റെ കൃതികൾക്ക് നമുക്ക് കാണാൻ സാധിച്ചില്ല എന്നുള്ളത് വലിയൊരു, നമ്മളെ സംബന്ധിച്ച് അത് വായിക്കുന്നവർക്ക് ഒരു നഷ്ടബോധം തോന്നിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇതിലെ ബാക്കിയുള്ള
ഹാംലെറ്റിന്റെ സ്റ്റോറിയെ സംബന്ധിച്ചൊന്നും തന്നെ ഞാൻ പറയുന്നില്ല. ഇനി അടുത്തത് തകഴിയുടെ ചെമ്മീനാണ് ഇവിടെ സെബാസ്റ്റ്യൻ മാഷ് അവതരിപ്പിക്കുന്നത്. സെബാസ്റ്റ്യൻ മാഷ് മലയാള ചലച്ചിത്ര ഗാനങ്ങളെ കുറിച്ച് പഠനം നടത്തി, പ്രത്യേകിച്ച് വയലാർ, പി ഭാസ്കരൻ, ONV ഇവരുടെയൊക്കെ പാട്ടുകളെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു പാഠവും ആവിഷ്കാരവുമാണ് അദ്ദേഹത്തിന്റെ തീസിസായി സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഈ തകഴിയുടെ ചെമ്മീൻ എന്ന് പറയുന്ന അത് നോവലായിട്ടുണ്ട്, അതിനുശേഷം സിനിമയുമായിട്ടുണ്ട്. അപ്പൊ അതിലും ഒരുപാട് ചലച്ചിത്ര ഗാനങ്ങൾ വന്നിട്ടുണ്ട്. ആ ഗാനരംഗങ്ങളെ കുറിച്ചും അതിനെക്കുറിച്ചും ഒക്കെ പഠനം നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് ആ പഠനം നടത്തിയിട്ടുള്ള അദ്ദേഹം തന്നെ അതിനെക്കുറിച്ച് വളരെ വിസ്തരിച്ച് നമുക്ക് ആ രംഗം അനാവരണം ചെയ്തു തരും. പിന്നെ സാറിനെ സംബന്ധിച്ച് 1988 അതായത് മലയാള ഭാഷയെ പ്രോത്സാഹിപ്പിക്കുക, അതിനെ വളർത്തുക എന്നുള്ളതാണ് അദ്ദേഹം ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കോയമ്പത്തൂരിലുള്ള ഒരു മലയാളം സർട്ടിഫിക്കറ്റ് കോഴ്സ് ആരംഭിച്ചതിന് പുറകിലെ പ്രധാന പ്രവർത്തനം കാഴ്ചവെച്ച ആളാണ് സെബാസ്റ്റ്യൻ മാഷ്. പിന്നെ ഹൈദരാബാദിലെ നാഷണൽ പോലീസ് അക്കാദമിയിലെ IPS ഓഫീസേഴ്സിന് മലയാളം ട്രെയിനിങ് കൊടുക്കാനായിട്ട് പഠന രൂപരേഖ തയ്യാറാക്കിയത് അദ്ദേഹമാണ്. അതിനാണ് അദ്ദേഹത്തിന് 2025 വോയിസ് ഓഫ് മലയാളി കൗൺസിലിന്റെ വക ഗുരുശ്രേഷ്ഠ അവാർഡ്, അത് നമ്മുടെ ബഹുമാനപ്പെട്ട ഗവർണർ ആർലേർക്ക് നിന്നാണ് അദ്ദേഹം ഇത് ഏറ്റുവാങ്ങിയത്. അപ്പൊ അങ്ങനെ ഗുരുശ്രേഷ്ഠ പുരസ്കാരം ഏറ്റുവാങ്ങിയ ആളാണ്. ഇതിനും പുറമെ ക്രൈസ്റ്റ് കോളേജിലെ അധ്യാപകനായിരുന്ന അദ്ദേഹം പിരിഞ്ഞു പോകുന്നതിന് ശേഷം അവിടുത്തെ കുട്ടികള്, അവിടുത്തെ ബിരുദാനന്തര വിദ്യാർത്ഥികൾക്ക് പ്രബന്ധരചനാ മത്സരത്തില് അവാർഡ് കിട്ടുന്നതിന് ഇദ്ദേഹത്തിന്റെ പേരിൽ ഒരു അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്, ഭാഷാ നൈപുണ്യ അവാർഡ്. അപ്പൊ തീർച്ചയായിട്ടും എന്തുകൊണ്ടും തകഴിയുടെ ചെമ്മീൻ എന്ന് പറയുന്ന നോവലിനെ കുറിച്ച്, ആ കൃതിയെ കുറിച്ച് സംസാരിക്കാൻ വളരെ വളരെ അർഹനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ ആ കൃതിയെ കുറിച്ച് കാര്യമായി ഒന്നും പറയുന്നില്ല. മുഖ്യ പ്രഭാഷകൻ അതിനെക്കുറിച്ചും വളരെ കാര്യമായിട്ട് നമുക്കെല്ലാം വിശദീകരിച്ചു തരും. ഈ തകഴിയുടെ ഈ കൃതി എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ്. ജ്ഞാനപീഠ ജേതാവാണ് തകഴി എന്നുള്ളതും സുവർണകമലം ലഭിച്ചിട്ടുള്ള കൃതിയാണെന്നുള്ളതും അതിനെക്കുറിച്ച് ഒന്നും നമ്മളിവിടെ പറയേണ്ട കാര്യമില്ല. എനിക്ക് തോന്നിയിട്ടുള്ള 2 കാര്യങ്ങൾ മാത്രം അവിടെ പറയുന്നു. അതായത് തകഴിയുടെ ചെമ്മീൻ എന്ന് പറയുന്ന ഈ കൃതിയില് പ്രധാനമായിട്ടും ഒരു മിത്തിക്കൽ എലിമെന്റ്, അതായത് ഒരു അന്ധവിശ്വാസമാണ് അതിന് രൂഢമൂലമായിട്ട്, അതായത് പ്രധാനമായിട്ട് ആ കൃതിയുടെ ഒരു തീമായിട്ട് നീങ്ങുന്നത്. തുടക്കം മുതൽ അവസാനം വരെ ആ കടലും കടലിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള അന്തരീക്ഷവും അതിലെ കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംഭാഷണവും എല്ലാം തന്നെ ഒരു അന്ധവിശ്വാസത്തിനെ അല്ലെങ്കിൽ മിത്തിക്കൽ എലിമെന്റിനെ കൂടെ കൊണ്ടുപോകുന്ന രീതിയിലാണ് ഇതിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിന് പല വിമർശനങ്ങളും പിന്നീട് ആ നോവലിന് ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ആ മിത്തിക്കൽ എലിമെന്റിന് അവിടെ പ്രോമിനൻസ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഷേക്സ്പിയറിന്റെ കൃതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഹാംലെറ്റിന് പ്രധാനമായിട്ടും ഗോസ്റ്റിന്റെ രൂപത്തില് കിങ് ഹാംലെറ്റ് വന്ന് പറയുന്നതാണ്, അതായത് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത് എന്നുള്ളത്. അപ്പൊ അതിലും ഒരു സൂപ്പർ നാച്ചുറൽ എലിമെന്റ് ആണ്, അതായത് ഒരു മിത്തിക്കൽ കോൺസെപ്റ്റ് ആണ് അതിലും വരുന്നത്. അപ്പൊ ഈ 2 കൃതികളും രണ്ട് തരത്തിലുള്ള കൃതികളാണെങ്കിൽ പോലും നമുക്ക് അതിനെ പ്രധാനമായിട്ട് പറയാവുന്ന ഒരു സംഗതിയാണ് അതിലെ മിത്തിക്കൽ എലിമെന്റ് എന്നുള്ളത്. ഇനി ആ മിത്തിക്കൽ എലിമെന്റ് എങ്ങനെ വർക്കൗട്ട് ആവുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ വിസ്തരിച്ച് നമുക്ക് ഈ 2 പ്രഭാഷകരും നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കും. നമുക്ക് അതെല്ലാം കേട്ട് അതിനുശേഷം എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കാനും സാഹചര്യം ഉണ്ടാവും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നന്ദി മേഡം. ഇത്രയും വലിയൊരു കൃതിയെ ഇത്രയും ചുരുക്കം സമയം കൊണ്ട് നമുക്ക് എല്ലാവർക്കും അതിൻ്റെ വൈവിധ്യമാർന്ന തലങ്ങൾ ചർച്ച ചെയ്ത് നമ്മുടെ മുന്നിൽ കാഴ്ചവെച്ച പ്രമിള മേഡത്തിനോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. അത്രയും ഹൃദ്യമായ അവതരണമായിരുന്നു. സമയക്കുറവ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അത് നിർത്തിയത്. ഇനി അടുത്തതായി നമുക്ക് സെബാസ്റ്റ്യൻ ജോസഫ് സാറിനെ ക്ഷണിക്കുന്നു. നന്ദി സെബാസ്റ്റ്യൻ മാസ്റ്റർ. സെബാസ്റ്റ്യൻ മാസ്റ്ററുടെ കൃതിയെക്കുറിച്ച് വളരെ വിസ്തരിച്ച് അവലോകനം ചെയ്ത് നമ്മുടെ മുന്നിൽ കറുത്തമ്മയും പരീക്കുട്ടിയും എല്ലാം അവതരിപ്പിച്ചു. അപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്ന ഒരു അഭിപ്രായമാണ്, അതായത് കറുത്തമ്മയും പരീക്കുട്ടിയും അവസാനം ഒരു മരണമാണ് സംഭവിക്കുന്നത്. പക്ഷെ കറുത്തമ്മ മരിക്കാനായിട്ട് ഉള്ളൊരു തീരുമാനം എന്ന് പറയുന്നത് എത്ര തുറന്നു പറച്ചിലുകൾ ഉണ്ടായാലും അവസാനം വീണ്ടും കറുത്തമ്മയെ സംശയിക്കുന്നുണ്ട്. ഒരാളെ പ്രണയിച്ചു എന്നുള്ളത് ഒരു കുറ്റമായി
വിവാഹ ജീവിതത്തിൽ വീണ്ടും അയാളെ മനസ്സിൽ കൊണ്ടുവരുന്നില്ലെങ്കിലും കറുത്തമ്മ നിരന്തരം വേട്ടയാടപ്പെടുകയാണ്. കറുത്തമ്മയ്ക്ക് കുട്ടിയുണ്ടായി, അനിയത്തിയുമായി സംസാരിക്കുന്ന ആ ഒരു ഘട്ടത്തിൽ ഇത് കേട്ടു വന്നയാൾ വീണ്ടും കറുത്തമ്മയെ കുറ്റപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് അവസാനം കറുത്തമ്മയും പരീക്കുട്ടിയും ആ തരത്തിലുള്ള ഒരു മരണത്തിലേക്ക് എത്തുന്നത്. പിന്നെ മറ്റൊന്ന്, ചെമ്മീൻ്റെ അവസാന ഭാഗത്ത് കടലിലേക്ക് പോയി ആ പളനിയുടെ ആ രംഗം കുറെ വർണ്ണിക്കുന്നുണ്ട്. അത് കുറച്ച് അമിതമായിട്ടുള്ള വർണ്ണന അതിൽ നടക്കുന്നുണ്ട്. ഒരു ചെറിയ വഞ്ചിയിൽ പോയി ഇത്രയും സാഹസം ചെയ്യാനായിട്ട് സാധിക്കുമോ, ഒരു സ്രാവിനെ പിടിച്ചു കെട്ടാനായിട്ടും എല്ലാം സാധിക്കുമോ എന്നുള്ളതും, അതായത് തകഴിയുടെ ആ നോവൽ രചനയിൽ വന്നിട്ടുള്ള നമുക്കൊരു സംശയം തോന്നുന്ന ചില രംഗങ്ങളാണ്. പിന്നെ ഈ കറുത്തമ്മ എന്ന് പറയുന്ന കഥാപാത്രം വാസ്തവത്തിൽ ഇന്നും നമുക്കിവിടെ സമൂഹത്തിൽ വളരെ റെലവൻ്റ് ആയിട്ടാണ്, പ്രാധാന്യമുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇന്നും പ്രണയങ്ങളൊക്കെ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്, പ്രണയ പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്രണയിനിയെ കൊന്നതും കാമുകനെ കൊന്നതും ഇപ്പോഴും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടരുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ കാലത്തിന് അതീതമായിട്ട് ഓരോ കൃതിയും നിലനിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അത് വിശ്വസാഹിത്യം തന്നെയായി മാറുകയാണ്. അന്ന് സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് ഞാൻ തകഴിയുടെ ചെമ്മീൻ അന്ന് വായിച്ചിരുന്നത്. അന്ന് വായിച്ച ആ വായനയല്ല ഇന്ന് ഞാൻ തകഴിയുടെ ചെമ്മീൻ വീണ്ടും വായിച്ചപ്പോൾ കിട്ടുന്നത്. പുനർവായനയാണ് കാലത്തിനനുസരിച്ച് നമുക്ക് മാറി ചിന്തിക്കാനായിട്ട് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് സെബാസ്റ്റ്യൻ മാഷ് പറഞ്ഞിട്ടുള്ള ആ സാമൂഹിക പശ്ചാത്തലവും കാര്യങ്ങളും എല്ലാം വളരെ ഭംഗിയായിട്ട് അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ചു. ഞാൻ അതിലത്തെ പാട്ടുകളെ കുറിച്ച് കൂടുതൽ പറയും, സാറിൻ്റെ തീസിസ് ആയതുകൊണ്ട് എന്ന് വിചാരിച്ചു. പക്ഷെ അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞില്ല. നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമാണ്. എന്തായാലും നല്ല ഒരു പ്രഭാഷണമാണ് അദ്ദേഹം നമുക്കായി കാഴ്ചവെച്ചത്.